ഹായ് ഫ്രണ്ട്സ്, പവിത്രം സീസൺ 2-ൻ്റെ 19ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തരുണിൻ്റെ റൂമിലെ ഷെൽഫുകളൊക്കെ ഇങ്ങനെ തരികയാണ്. അതിനിടയിൽ രാധികയുടെ ഫോട്ടോസ് കിട്ടുന്നുണ്ട് തരുണിന്. അങ്ങനെ ആ ഫോട്ടോസ് നോക്കി രാധികയുടെ പഴയ ഓർമ്മകളിലേക്കൊക്കെ തരുൺ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നേ. വേദ ഇങ്ങനെ മുറിയിൽ മോളുടെ ബുക്സും ചാർട്ടുകളും ഒക്കെ അടുക്കി പെറുക്കി വയ്ക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ കയറി വരുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട്, മോളെ, കുട്ടികൾക്കുള്ള ധാരാളം ബുക്സുകൾ വാങ്ങിക്കാൻ കിട്ടും. അത്തരത്തിലുള്ള കുഞ്ഞു കഥകളുള്ള പുസ്തകങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം. അല്ലാതെ സ്വന്തം മനസ്സിന്ന് ഇങ്ങനെ സ്വന്തം കഥകളെടുത്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കരുത്. വേറൊന്നുമല്ല, എന്തെങ്കിലും ഒരിക്കൽ ഇതൊക്കെ മോൾ അറിയുമ്പം ഇതൊന്നും അറിയണ്ടെന്ന് കരുതിയിട്ടാണ്. അതൊക്കെ എന്തെങ്കിലും ഒരു ദിവസം അവൾ അറിഞ്ഞല്ലേ പറ്റുള്ളൂ അമ്മേ എന്ന് പറയുമ്പോൾ അത് കേട്ടിട്ട് സീതാമ്മ അവിടെ നിന്നൊന്നും പറയാതെ പോവുകയാണ്. അങ്ങനെ അമ്മ പോയി കഴിഞ്ഞതിന് ശേഷം മോള് ചോദിക്കും, അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. അമ്മയും അച്ഛനും ഡവേഴ്സാ? എന്തേ? അല്ല, എൻ്റെ ക്ലാസ്സിലെ ഭവിഷ് അവൻ്റെ അമ്മയുടെ കൂടെ കിടക്കുക എന്നാണ് പറഞ്ഞത്. ചോദിച്ചപ്പോൾ പറഞ്ഞു അവൻ്റെ അമ്മയും അച്ഛനും ഡവേഴ്സ് ആവാൻ പോവുകയാണ്, അതുകൊണ്ടാണ് അങ്ങനെ. ഇവിടെ അമ്മയും അച്ഛനും ഡവേഴ്സാ എന്നിങ്ങനെ കുഞ്ഞ് ചോദിക്കുമ്പോൾ വേദ ചിരിച്ചുകൊണ്ട് പറയും, അല്ല എന്ന് പറഞ്ഞിട്ട് മോളെ ഇങ്ങനെ വാരി കെട്ടിപ്പിടിച്ചിട്ട് പറയും, അമ്മയും അച്ഛനും ഡവേഴ്സ് അല്ല കേട്ടോ എന്ന്. പിന്നീട് അമ്മ ചായയായിട്ട് തരുണിൻ്റെ റൂമിലേക്ക് വരികയായിരിക്കും. അപ്പോൾ തരുണ് രാധികയുടെ ഫോട്ടോസ് ഇങ്ങനെ നോക്കിയിരിക്കുന്നത് അമ്മ ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ തരുണ് അമ്മ കാണണ്ടെന്ന് കരുതി അത് മെല്ലെ ആ ഫയലിൻ്റെ അടിയിലോട്ട് വെക്കുന്നുണ്ട്. അങ്ങനെ അമ്മ തരുണിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, മോൾക്ക് അമ്മയില്ലാത്തൊരു കൊച്ചായി അവൾ വളരണ്ടെന്ന് കരുതിയിട്ടല്ലേ മോനെ രാധയുടെ ഫോട്ടോസും വീഡിയോസും എല്ലാം നമ്മൾ മാറ്റിയത്? അതിപ്പോൾ വലിയൊരു അബദ്ധമായി എന്ന് എനിക്ക് തോന്നുന്നു. അതെന്താ മോനെ? അല്ല, വേദയായിട്ട് കുഞ്ഞ് വല്ലാതെ അടുക്കുന്നുണ്ട്. വേദയ്ക്കാണെങ്കിലോ തിരിച്ചു അങ്ങനെ തന്നെ. സ്വന്തം മകളെപ്പോലെയാണ് അവൾ. ഒരു കുഞ്ഞിനെ നോക്കാൻ വന്ന ആളെപ്പോലെയല്ല, സ്വന്തം മകളെപ്പോലെയാണ് ഇപ്പോൾ വേദ കുഞ്ഞിനോട് അടുക്കുന്നതും പെരുമാറുന്നതും ഒക്കെ. ആയിക്കോട്ടെ, അതിന് നമ്മുടെ കുഞ്ഞിക്ക് സന്തോഷം കിട്ടുന്നില്ലേ? അതുപോരെ എന്ന് അമ്മ ചോദിക്കുമ്പോൾ തരുൺ പറയും, അത് മാത്രം മതിയോ അമ്മേ? അവളുടെ വിശ്വാസം ഞാൻ അവളുടെ അച്ഛനും വേദ അവളുടെ അമ്മയും ആണെന്നാണ്. അതിനി എന്നാ അമ്മയെ തിരുത്തുക? എന്നിട്ട് തരുൺ പറയും, ചിലപ്പം ചില കാര്യങ്ങൾ തിരുത്തേണ്ടി വരില്ല ആയിരിക്കും അല്ലേ അമ്മേ? എന്ന് വെച്ചാൽ നോക്കാം, പോകെ എല്ലാം ശരിയായിരിക്കും എന്ന് പറഞ്ഞിട്ട് തരുൺ എന്തോ മനസ്സിൽ കണ്ട പോലെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവിടെ നിന്ന് തരുൺ എണീറ്റ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് കോടതിയാണ്. വിക്രമിൻ്റെ കേസ് പുനർവിചാരണ നടക്കുകയാണ് കേട്ടോ. ആ സമയത്ത് ജഡ്ജി ചോദിക്കുന്നുണ്ട്, എന്താണ് ശങ്കരനാരായണൻ സാറേ, ഇങ്ങനൊരു കേസ് അപൂർവമാണല്ലോ. ഒരിക്കൽ വിചാരണയും വിധിയൊക്കെ എഴുതിയ കേസാണല്ലോ. വീണ്ടും റീ ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇത് അപൂർവങ്ങളിൽ അപൂർവമാണല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ജഡ്ജി. അന്നേരം സാറ് പറയുന്നുണ്ട്, കേസിൻ്റെ മെറിറ്റ് ഹൈക്കോടതിക്ക് ബോധ്യമായിട്ടുണ്ടാവണം. ശങ്കരനാരായണ സാറ് ജോബിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ അനുവദിക്കണം എന്ന് ചോദിക്കുമ്പോൾ ദർശന അത് തടയാൻ ശ്രമിക്കുന്നൊക്കെ ഉണ്ട്. അപ്പം ജഡ്ജി പറയുന്നുണ്ട്, ഒന്നും കൂടി ചോദ്യം ചെയ്തതെന്ന് കരുതി എന്താണ് ദർശൻ വക്കീലെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ദർശൻ ഒന്നും മിണ്ടാതെ അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ജോബിനെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുകയാണ്. ജോബി അപ്പോൾ അവിടേക്ക് വരുന്നുണ്ട്. ജോബിയാണെന്നുണ്ടെങ്കിലും ആ സമയം മറ്റൊരു കേസിൽ പെട്ട് ഇരിക്കുകയാണ്. അതിൽ ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു വിചാരണ നടക്കുന്നത്. അങ്ങനെ ശങ്കരനാരായണ സാർ പറയാണ്, അന്ന് ജോബിയുടെ ഈ ഒരു സാക്ഷിമൊഴിയിലാണ് വിക്രമിന് ശിക്ഷ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ ജോബി എന്ന് പറയുന്നത് പാവങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന നല്ല ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളാണെന്നാണ്. പക്ഷേ അന്ന് നടത്തിയിട്ടുള്ള ആ ഭവന തട്ടിപ്പ് കേസിൽ 10 കോടിയുടെ തട്ടിപ്പ് കേസിൽ ഇന്ന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ ജോബി എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ നമുക്ക് പ്രതിയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ എന്നൊക്കെ പറയുമ്പം ദർശനം എഴുന്നേറ്റ് നിന്ന് പറയാണ്, അതിന് ഒരു കേസിൽ സാക്ഷിയായ ആൾ മറ്റൊരു കേസിൽ പ്രതി ആയിക്കൂടാ എന്നൊന്നുമില്ലല്ലോ എന്ന് പറയുമ്പോൾ സാറ് പറയുന്നുണ്ട്, അതെ, അതാണ് പോയിന്റ്. ഒരു കേസിൽ മുമ്പൊരിക്കൽ കേസിൽ പ്രതിയാക്കപ്പെട്ടു എന്ന് കരുതി മറ്റു കേസുകളിൽ ഇയാൾ കുറ്റവാളിയാവണം എന്നില്ലല്ലോ. വിക്രം തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാനുള്ള സാറിൻ്റെ ആ ചോദ്യം കേൾക്കുമ്പോൾ ദർശനും ഉത്തരം മുട്ടി പോവാണ് കേട്ടോ. അങ്ങനെ സാറ് വീണ്ടും ജോബിയെ ചോദ്യം ചെയ്യാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രശേഖരനെ വെടിവെക്കുന്നത് താൻ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടതാണ്. എങ്കിൽ ആ രംഗം ഒന്ന് വിശദീകരിക്കാമോ? അന്നേരം ജോബി പറയാണ്, അത് അടിപിടിക്കിടെ വിക്രം തന്നെ വെടിവെക്കുകയായിരുന്നു. ഓ, അങ്ങനെയാണോ? എങ്ങനെയാണ് വിക്രവും വേദയും അവിടേക്ക് എത്തിയത്? അതൊന്ന് പറയാമോ?
അത് അവർ വണ്ടിയിൽ വരികയായിരുന്നു, പിടിച്ചു കെട്ടി കൊണ്ടുവന്നതായിരുന്നോ അതോ എന്ന് ചോദിക്കുമ്പോൾ പറയും അത് അങ്ങനെയൊന്നല്ല, കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരാൻ പറഞ്ഞതായിരുന്നു. ആര് എന്ന് ചോദിക്കുമ്പോൾ പറയും മരിച്ച ചന്ദ്രശേഖരൻ സാറും പിന്നെ ശ്രീകാന്ത് സാറും, അതോടൊപ്പം ജോബിയും ഉണ്ടായിരുന്നു അല്ലേ? അതെ എന്ന് പറയും. പിന്നെ വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല, ഡ്രൈവറും പിന്നെ ഒരു സഹായിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സംസാരിക്കാൻ എന്തിനാണ് അങ്ങനെ ഒരു വിജനമായ സ്ഥലം തിരഞ്ഞെടുത്തത്? അതിൽ തന്നെ ഒരു അസ്വാഭാവികതയില്ലേ എന്ന് സാറ് ചോദിക്കും. വർഷങ്ങൾക്ക് മുമ്പ് സേതു എന്ന ആൾ കൊടുത്ത മൊഴി പ്രകാരം കണ്ണീർ മലയിലേക്ക് അവരെ അന്വേഷിച്ച് പോകവേ വഴിയിൽ വെച്ച് അവരെ ആക്രമിക്കുന്നത് കണ്ടു എന്നാണ്. ആ മൊഴികളൊക്കെ കോടതി രേഖകളിലുണ്ട്. പക്ഷേ ജോബി പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടേ ഇല്ല എന്നാണ്. അതൊക്കെ കേൾക്കുമ്പം ദർശന് ഒന്ന് പറയുന്നുണ്ട്, പ്രതിഭാഗം വക്കീൽ വെറുതെ കാര്യങ്ങൾ വളച്ചൊടിക്കുകയാണ്. അപ്പോൾ സാറ് പറയുന്നുണ്ട്, ഞാൻ ഒന്നും കൂടി വിശദമാക്കാം. വിക്രത്തിനെയും വേദയും മരത്തിൽ കെട്ടിയിട്ട് തല്ലുന്നത് ജോബി കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നാണ്. ഇല്ല സർ, അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്ന് ജോബി പറയാം. പക്ഷേ വിക്രത്തിൻ്റെ മൊഴിയിൽ അവരെ ക്രൂരമായി മർദ്ദിക്കുകയും സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിടാൻ ശ്രമിക്കുകയും ചെയ്തു എന്നാണ്. അതൊക്കെ കേൾക്കുമ്പോൾ ജോബി പറയും എനിക്ക് ഓർമ്മയില്ല. വിക്രം തോക്കെടുത്തത് എവിടെ നിന്നായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും അത് പോക്കറ്റിൽ നിന്നായിരുന്നു. ആദ്യം വെടിവെച്ചത് ആ ചെറുക്കനെയായിരുന്നു, പിന്നെയാണ് സാറെ വെടിവെച്ചത്. അപ്പോൾ ജോബി എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ പറയും സാർ, ഞാൻ സത്യത്തിൽ പേടിച്ച് ഒരു മരത്തിൻ്റെ പിറകിൽ ഒളിഞ്ഞിരിക്കുകയായിരുന്നു. അത് കേൾക്കുമ്പോൾ ശങ്കരനാരായണ സാർ പറയുന്നുണ്ട്, ഇത് മാത്രം ഇപ്പം അവസാനം പറഞ്ഞത് മാത്രമാണ് സത്യം. ഭവന തട്ടിപ്പ് കേസിൽ ജോബിയുടെ വീട് സെർച്ച് ചെയ്ത കൂട്ടത്തിൽ മറ്റൊന്നും കൂടെ ഉണ്ടായിരുന്നു. ജോബി അലക്ഷ്യമായി ഉപേക്ഷിച്ച് കളഞ്ഞ ആ ഒരു ക്യാമറ. പക്ഷെ അത് ജോബിയുടേതായിരുന്നില്ല എന്ന് മാത്രം. 5 വർഷങ്ങൾക്ക് മുൻപ് വനം വകുപ്പിന് നഷ്ടപ്പെട്ട ഒരു ക്യാമറ ആയിരുന്നു അത്. എല്ലാം കഴിഞ്ഞ് വിക്രത്തിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു ക്യാമറയിൽ ഈ സത്യങ്ങളൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഇവരറിഞ്ഞത്. അങ്ങനെയാണ് ആ ഒരു ക്യാമറ അവിടെ നിന്ന് നീക്കാൻ ഇവരെ പ്രേരിപ്പിച്ചത്. പക്ഷേ അതിലെ വിഷ്വൽസൊക്കെ നശിപ്പിച്ചു കളയാതെ ജോബി വീട്ടിൽ തന്നെ സൂക്ഷിച്ചു. എന്നെങ്കിലും ഒരിക്കൽ ശ്രീകാന്തിനെതിരെ അത് പ്രയോഗിക്കാം എന്ന് കരുതിയിട്ടാവും ജോബി അത് സൂക്ഷിച്ചത്. ജോബി ഒരു ഹാബിച്വൽ ക്രിമിനലാണ്. ഇടുക്കിയിൽ വെച്ച് ഇയാളുടെ രഹസ്യങ്ങളൊക്കെ സത്യങ്ങൾ കണ്ടെത്തിയതിന് ശേഷമാണ് വേദയോടും വിക്രത്തിനോടും ഇയാൾക്ക് തീരാത്ത പകയുണ്ടായിരുന്നത്. അങ്ങനെ വിക്രമിനെതിരെയുള്ള കേസ് പിൻവലിക്കണം എന്നൊക്കെ ശങ്കരനാരായണ സാർ വാദിക്കാണ് കേട്ടോ. പിന്നെ അതിനുശേഷം വിക്രം പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ വിക്രത്തിനൊരു സമാധാനമൊക്കെ തോന്നുന്നുണ്ട്. എന്നിട്ട് വിക്രം പറയുന്നുണ്ട്, ഇപ്പം എനിക്ക് ചെറിയൊരു ആശ്വാസമൊക്കെ ഉണ്ട്, എങ്കിലും ഞാൻ ചോദിക്കുകയാണ്, വേദ എവിടെ? ഞാൻ പുറത്തിറങ്ങുന്ന അന്ന് അവൾ വരും എന്നൊക്കെയാണ് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അവളെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കില്ല എന്ന് എനിക്കറിയാം. അവളെക്കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? ചിലപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, നാളുകൾ കഴിയും തോറും അവൾ എന്താ എന്നെ അന്വേഷിക്കാൻ വരാത്തത്, ഒരിക്കൽ പോലും അവൾ എന്തുകൊണ്ട് എന്നെ കാണാൻ വന്നില്ല എന്നൊക്കെ. പിന്നെ എനിക്ക് തോന്നും അവൾ എന്നെ കാണാൻ വരാതിരിക്കുന്നതാണ് നല്ലത്. എത്ര രഹസ്യമായിട്ട് കാണാൻ വന്നാലും അവർ അത് അന്വേഷിച്ച് കണ്ടെത്തും. അത് പിന്നെ അവൾക്ക് ദോഷം ചെയ്യും. പിന്നീട് ഞാൻ അങ്ങനെയും ചിന്തിച്ചിട്ടുണ്ട്. ചിലപ്പോൾ തോന്നും അവൾ ഇതെല്ലാം വിട്ട് മറ്റൊരു ജീവിതം ജീവിക്കുകയായിരിക്കും എന്ന്. അച്ഛനെന്ത് തോന്നുന്നു എന്ന് ചോദിക്കുമ്പോൾ സാറിങ്ങനെ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ് തല കുനിച്ചിട്ട്. ഞാൻ പുറത്തിറങ്ങുമ്പോൾ എന്നെ കാത്തു നിൽക്കാൻ വേദയും കൂടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ് വിക്രം. ഒരിക്കൽ കേസ് പരാജയപ്പെട്ടപ്പോൾ നീ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരു ജീവപര്യന്തം തടവിന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് സമ്മതിച്ചു എന്ന്. എന്നിട്ട് അത് നടന്നോ? ഇപ്പോൾ സത്യങ്ങളൊക്കെ മറനീക്കി പുറത്തു വന്നില്ലേ? അതുപോലെ എന്നെങ്കിലും ഒരിക്കൽ വേദയും തിരിച്ചു വരും. വേദയുടെ കാര്യത്തിലും ഇങ്ങനെയൊക്കെ തന്നെ സംഭവിക്കും എന്ന് പറയുമ്പോൾ വിക്രം ചോദിക്കുന്നുണ്ട്, അച്ഛനപ്പം വേദയെ കണ്ടിരുന്നു അല്ലേ? അത് കേൾക്കുമ്പോൾ പോലീസുകാരൻ പറയുന്നുണ്ട്, വാ പോവാം, സമയമായി. അപ്പോൾ വിക്രം വീണ്ടും തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ്, ഞാൻ പുറത്തിറങ്ങുന്ന കാര്യം വേദയെ വിളിച്ചൊന്ന് അറിയിക്കണേ. അങ്ങനെ വിക്രം പോയതിന് ശേഷം ശ്രീകാന്ത് അവിടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ, ഒരു ക്യാമറ എടുത്ത് കൊണ്ടുവന്ന് ഞങ്ങളെ അങ്ങ് അകത്താക്കാമെന്നാണോ വിചാരം? ഞാൻ ശ്രമിക്കുന്നത് ഒരാളെ പുറത്ത് കൊണ്ടുവരാനാണ്. ഇനി പുറത്ത് കൊണ്ടുവന്ന് ആ കേസ് കോടതി വീണ്ടും ഒരു അന്വേഷണത്തിന് ശ്രമിച്ചാൽ അതിലാരൊക്കെ അകത്ത് പോകുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അപ്പം മരുമകനെ പുറത്തിറക്കി മകളെ കണ്ടെത്തി വീണ്ടും ഒരുമിപ്പിക്കാനായിരിക്കും അല്ലേ നീക്കം എന്ന് ചോദിക്കുകയാണ് ശ്രീകാന്ത്.
എന്തായാലും ഒന്നിക്കേണ്ടവർ ഒന്നിച്ചല്ലേ പറ്റൂ എന്ന് അച്ഛൻ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് പറയും, എന്തായാലും നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം നടക്കാൻ പോകുന്നില്ല, ഞാനത് സമ്മതിക്കില്ല എന്ന് പറയുമ്പം സാറ് പറയാണ്, ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട വിക്രം എന്തായാലും പുറത്തു വരുന്ന ഉറപ്പായില്ലേ, അതുപോലെ ഇതും നടന്നിരിക്കും. ഇനി എന്തായാലും ആ കമ്പനികളും കാര്യങ്ങളൊന്നും ഞാൻ വിട്ടുതരാൻ പോകുന്നില്ല എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, നീ എന്തായാലും വിട്ടുതരണ്ട, അതിൻ്റെ ഉടമസ്ഥകർ വന്ന് അവകാശം സ്ഥാപിച്ചെടുത്തോളും. അപ്പം നിങ്ങൾ മനഃപൂർവ്വം കളിച്ചതാണല്ലേ ഈ കളികളൊക്കെ ചോദിക്കുമ്പോൾ പറയും, അതെ, കുറച്ച് കാലത്തേക്ക് ഈ കേസിൽ നിന്നൊക്കെ ഒന്ന് നിന്റെ ശ്രദ്ധ മാറ്റി നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, നിങ്ങളെ ഞാൻ അച്ഛനായിട്ട് കരുതുന്നില്ല എന്നൊക്കെ ശ്രീകാന്ത് പറയുമ്പോൾ സാറ് പറയുന്നുണ്ട്, അതിന് എൻ്റെ മകൻ്റെ സ്ഥാനത്ത് നിന്ന് നിന്നെ ഞാൻ എന്നോ അടിച്ചു പുറത്താക്കിയതാണ്, ഇപ്പോൾ ആ സ്ഥാനത്തുള്ളത് വിക്രമാണ്. എനിക്കിനി അവൻ്റെയും വേദയുടെയും അവരുടെ കുഞ്ഞിൻ്റെ കൂടെയും കുറച്ച് കാലം സുഖമായിട്ട് സന്തോഷമായിട്ടും ജീവിക്കണം. എന്നിട്ട് അവരുടെ മകളോട് എനിക്കൊരു കഥ പറഞ്ഞു കൊടുക്കണം, യുദ്ധം ചെയ്ത് പരാജയപ്പെട്ട അവളുടെ അമ്മാവൻ്റെ കഥ എന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചുകൊണ്ട് വണ്ടിയിൽ കയറി പോവാണ് സാറ്. ശ്രീകാന്തിനാണെങ്കിലും സാറുടെ ഈ വാക്കുകളൊക്കെ കേട്ടിട്ട് ആകെ കലി തുള്ളി അലറിക്കൊണ്ട് സാബുവിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ് കേട്ടോ. ഗ്ലാസ്സൊക്കെ എറിഞ്ഞുടയ്ക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പം സാബു പറയുന്നുണ്ട്, സാറ് ഇങ്ങനെ കിടന്ന് ടെൻഷൻ അടിക്കേണ്ട, അങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതായിരിക്കും, അതല്ലാതെ സാറിന് തോന്നുന്നുണ്ടോ ഇത്രയും കാലം വേദയും കുഞ്ഞിനെയും മാറ്റി നിർത്തി സാറിന് കാണാതിരിക്കാനും അവരെ ഇങ്ങനെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് ജീവിക്കാനും സാറ് വിടുന്നു തോന്നുന്നുണ്ടോ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ സാറിൻ്റെ അനാവശ്യ ടെൻഷനാണെന്നാണ്. നമ്മളിപ്പോൾ ചിന്തിക്കേണ്ടത് വിക്രത്തിൻ്റെ കാര്യമാണ്. അവൻ പുറത്തിറങ്ങിയാൽ എങ്ങനെ അവനെ അകത്താക്കാം എന്നതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. എന്തായാലും നമ്മളായിട്ട് ഇനി അവനോട് നേരിട്ട് ഏറ്റുമുട്ടാൻ ഒന്നും നിൽക്കണ്ട, നമുക്ക് മറ്റൊരാൾ വഴി അവനെ ഏറ്റുമുട്ടാം. ആ സമയത്ത് അവൻ പ്രതികരിക്കും, വഴക്കുണ്ടാക്കും, അങ്ങനെ നമുക്ക് അവനെ അകത്തിടാം. അവനെതിരെയുള്ള കേസ് സ്റ്റേഷനിൽ വന്നാൽ ബാക്കി നമുക്ക് നോക്കാം സാറേ, അവനെ ഒരു സ്ഥിരം പ്രതിയാക്കി ലൈവായിട്ട് നമുക്ക് നിർത്തണം. അങ്ങനെയൊക്കെ സാബു സംസാരിക്കുന്നതോട് കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്.